ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ദിനങ്ങളില്ല എന്നാണ് പറഞ്ഞത്. ഈ ദിനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് പ്രവർത്തനങ്ങൾ ഇഷ്ടമുള്ള ദിനങ്ങൾ. എന്നിട്ട് പറയുകയാണ് യഅനി അയ്യാമുൽ അശർ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജിലെ 10 ദിവസങ്ങളാണ്. അള്ളാഹുവിലേക്ക് ലഭിക്കുന്നത് അത് ബലിയറുക്കുന്ന മനുഷ്യൻ്റെ തഖ്വയാണെന്നാണ്, അവൻ്റെ ഭക്തിയാണ്. നമ്മൾ പ്ലാൻ ഒരു മൊബൈൽ വാങ്ങാൻ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, പണം ഒരുക്കൂട്ടി അതിന് അപ്പോൾ മൊബൈലിന് 40,000 50,000 ഒക്കെ വിലയാണ്. അത്രയൊന്നും വിലയില്ല. നമ്മൾ ദുൽഖാദ് മാസത്തിലാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളിലെ പ്രാധാന്യമർഹിക്കുന്ന മാസങ്ങളിലാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ മാസത്തിലേക്കാണ് പ്രവേശിക്കാനിരിക്കുന്നത്, ദുൽഹിജ്ജ മാസത്തിലേക്ക്. ഈ ദുൽഹിജ്ജ മാസവും അതുപോലെ തന്നെ അതിൽ വിശ്വാസികൾ കൊയ്തെടുക്കേണ്ട കുറേ പുണ്യകർമ്മങ്ങളുമുണ്ട്. വിശ്വാസികൾ ജാഗരൂകരാകേണ്ട ഒരു മാസം. ആ നിലക്ക് എന്താണ് വിശ്വാസി സമൂഹത്തോട് പറയാനുള്ളത്? ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുവാനും പ്രതിഫലങ്ങൾ നേടിയെടുക്കുവാനുമായി ധാരാളം സാഹചര്യങ്ങൾ, സമയങ്ങൾ, സന്ദർഭങ്ങൾ എല്ലാം സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെയും സമയങ്ങളെയും എല്ലാം മനസ്സിലാക്കി ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിശ്വാസി സമൂഹം ചെയ്യേണ്ട കാര്യം. അത്തരത്തിൽ വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സമയമാണ് ഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാവുകൾ തന്നെയാണ് സത്യമെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരിൽ മഹാഭൂരിഭാഗം ആളുകളും, പ്രത്യേകിച്ചും മുൻഗാമികളായ പണ്ഡിതന്മാരിൽ മഹാഭൂരിഭാഗം ആളുകളും ആ 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജ് മാസത്തിലെ 10 രാവുകളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അത് ഹജ്ജ് മാസത്തിലെ 10 രാവുകളാണ്, ആദ്യത്തെ 10 ദിവസങ്ങളുടെ രാത്രികളാണ് എന്നൊക്കെ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ കഴിയുകയും ചെയ്യും. മാത്രവുമല്ല, ഇമാം ബുഖാരി റഹിമഹുല്ല തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശർ. ഖാലു വലൽ ജിഹാദ് യാ റസൂലല്ലാഹ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി സുമ്മ ലം യർജിഅ മിൻ ദാലിക ബിശൈഇൻ. അഥവാ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ദിനങ്ങളില്ല എന്നാണ് പറഞ്ഞത്. ഈ ദിനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് പ്രവർത്തനങ്ങൾ ഇഷ്ടമുള്ള ദിനങ്ങൾ. എന്നിട്ട് പറയുകയാണ് യഅനി അയ്യാമുൽ അശർ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജിലെ 10 ദിവസങ്ങളാണ്. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധവും അതിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടമാണോ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന മറ്റു സൽക്കർമ്മങ്ങളെന്ന് ചോദിക്കുമ്പോഴാണ് ഇതിൽ മറുപടി പറഞ്ഞത്, ഒരാൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു, തൻ്റെ സ്വത്തും ശരീരവും ജീവനുമൊക്കെ ആ യുദ്ധത്തിൽ സമർപ്പിച്ച് പിന്നെ ഇനി ഒന്നും തിരിച്ചു വരാത്ത രൂപത്തിൽ ആ നിലക്ക് ഒരാൾ യുദ്ധത്തിന് പോകുന്നുണ്ടെങ്കിൽ അതൊഴിച്ച്, അഥവാ ജിഹാദിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ ഏറ്റവും അഫ്ദലായത് ആണ് ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാവുക എന്നത്. അതിനെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനേക്കാളൊക്കെ അള്ളാഹുവിന് ഇഷ്ടം ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന സാധാരണ കർമ്മങ്ങൾക്കാണ് എന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു റജബിൽ ഹംബലി റഹിമഹുല്ല പറയുന്നത് കാണാൻ പറ്റും, ഹദ യദുല്ലു അല അന്നൽ അമലുൽ മഫ്ദൂലു ഫിൽ വഖ്തിൽ ഫാദിൽ യുൽതഹഖു ബിൽ അമലിൽ ഫാദിൽ ഫി ഗൈരിഹി വയസീദു അലൈഹി ലിമുളാഅഫത്തി സവാബിഹി വഅജ്രിഹി എന്നൊക്കെ പറയുന്നത് കാണാം. അഥവാ മഫ്ദൂലായ അമലുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ശ്രേഷ്ഠമായ അമലുകളുണ്ടാവും, എന്നാൽ ചില അമലുകൾക്ക് ചില അമലുകളുടെ അത്ര ശ്രേഷ്ഠത ഉണ്ടാവില്ല. ഈ ശ്രേഷ്ഠതയില്ലാത്ത അമലുകളും ശ്രേഷ്ഠതയുള്ള സമയത്ത് ചെയ്യുമ്പോൾ ശ്രേഷ്ഠതയുള്ള അമലുകളെപ്പോലെയോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അതിലൂടെ കടന്നു വരാൻ സാധിക്കുമെന്ന് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാൻ കഴിയും.
അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം അഹ്മദ് റഹിമഹുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. മാമിൻ അയ്യാമിൻ അഅളമു വല അഹബ്ബു ഇലല്ലാഹിൽ അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഇവിടെ രണ്ട് പ്രയോഗങ്ങളാണ് പ്രയോഗിച്ചത്. മാമിൻ അയ്യാമിൻ അഅളമു വല അഹബ്ബു എന്നാണ്. ഏറ്റവും മഹത്വവും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടവും ഉള്ളതായിക്കൊണ്ട് ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ മറ്റൊരു പ്രവർത്തനങ്ങൾക്കുമില്ല എന്നതാണ്. ആ 10 ദിവസങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ അറഫയുടെ ദിനത്തിന് അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്തരത്തിൽ മഹത്വം ഉണ്ടാകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ തൂണുകൾ, അർക്കാനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ 5ഉം ഒരുമിച്ച് കൂടുന്ന ഒരേ സമയം ഒരു ഒറ്റ സമയം മാത്രമേ ഉള്ളൂ. അത് ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും അഫ്ദലായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതും ഫർലായ ഹജ്ജാകുമ്പോൾ കൂടുതൽ പ്രതിഫലമുണ്ട്, സുന്നത്തായ ഹജ്ജുകളെക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട്. അപ്പോൾ ഈ വർഷവും അൽഹംദുലില്ലാഹ് ധാരാളം ആളുകൾ ഹജ്ജിന് പോയി, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജുകളൊക്കെ ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ ധാരാളം ഹജ്ജുകൾ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന. ഇവിടെ ഒരു ഉംറ മുതൽ മറ്റൊരു ഉംറ വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അതിനിടയിൽ വന്നുപോയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു അത് മുഖേന പുറത്തു തരും. ഒരാൾ ഒരു മബ്റൂറായ ഹജ്ജ് ചെയ്യുന്നതോടുകൂടി ഇനി സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലവും അവൻ ലഭിക്കാനില്ല എന്ന് പറയുമ്പോൾ ഈ മാസത്തിൽ ചെയ്യാവുന്ന ഏറ്റവും അഫ്ളലായ ഏറ്റവും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത് ഹജ്ജ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് പണ്ഡിതന്മാർ പറയാറുള്ളത് ഈ മാസം നോമ്പെടുക്കുക എന്നതാണ്. നോമ്പെടുക്കുമ്പോൾ പ്രത്യേകിച്ചും അറഫ ദുൽഹജ്ജ് 9ൻ്റെ ദിവസം നോമ്പെടുക്കുക എന്നത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അത് നമ്മളൊക്കെ തീരുമാനം എടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനല്ലതി ഖബ്ലഹു വല്ലതി ബഅദഹു എന്നാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹിൻ്റെ അടുത്ത് ഈ ഒരു നോമ്പ് കൊണ്ട് അവർ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ നോമ്പിൻ്റെ മുമ്പുള്ള ഒരു കൊല്ലത്തെയും ഈ നോമ്പിൻ്റെ ശേഷം വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്നതാണ് എന്നാണ്. അപ്പോൾ വലിയ പ്രതിഫലം അവിടെയും ഈ നോമ്പിനുണ്ട്. മാത്രമല്ല ഈ ദിനങ്ങളിൽ പൊതുവെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നത് അത് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. അതിനുള്ള തെളിവായിക്കൊണ്ട് അവർ പറയാറുള്ളത് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഭാര്യമാർ ഇപ്രകാരം പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 9ഉം നോൽക്കാറുണ്ടായിരുന്നു എന്നാണ്. 9 ദിൽഹിജ്ജ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ചില ആളുകൾ അത് 9ാമത്തെ ദിവസം എന്നതിന് തെളിവായിക്കൊണ്ട് ഈ ഹദീസ് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അറബി ഭാഷയുടെ നിയമപ്രകാരം 9 ദിൽഹിജ്ജ എന്നാണ് പറയേണ്ടത്. എന്നാൽ 9 ദിൽഹിജ്ജ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് 9 ദിവസം എന്നുള്ളത് നമുക്കതിലൂടെ തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ദുആകളെ ധാരാളമായി വർദ്ധിപ്പിക്കുക. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അള്ളാഹിനോട് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ആളുകൾക്ക് മാത്രമേ അള്ളാഹിനോട് ചോദിക്കാൻ കഴിയുള്ളൂ. അത് വലിയൊരു തൗഫീഖാണ്, അള്ളാഹിനോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത്. അത് പല ആളുകൾക്കും അതിനുള്ള തൗഫീഖ് കിട്ടാറില്ല. അതിനിടയിൽ ഔലിയാക്കളെയും അമ്പിയാക്കളെയും മറ്റുള്ള ആളുകളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല ഈ അറഫയിൽ സംഗമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അന്ന് അറഫയിൽ സംഗമിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആ പ്രാർത്ഥന എത്ര കണ്ട് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമോ അത്ര കണ്ട് അവർ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. പലപ്പോഴും ഈ അറഫയിലൊക്കെ കാണുന്നൊരു പ്രയാസകരമായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഉച്ചൻ്റെ ശേഷം മുതലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉച്ചവരെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നടന്നു, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, പിന്നെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് കിടന്നുറങ്ങുന്നത് കാണാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ദിക്റുകളിലായിക്കൊണ്ട് നിൽക്കുകയും ചെയ്യേണ്ട സമയത്താണ് പലപ്പോഴും പല ആളുകളും നഷ്ടപ്പെടുത്താറുള്ളത് എന്ന കാര്യം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, നബി പറയാണ്, മാമിൻ യൗമിൻ അക്സറു മിൻ അൻ യഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തിൻ്റെ അന്ന് അള്ളാഹു നരകത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുന്ന അത്ര മറ്റൊരു ദിനവും മോചിപ്പിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അപ്പോൾ ആ അറഫയിൽ സംഗമിക്കുന്ന ആളുകൾ ഇത്ഖു മിനന്നാറിന് വേണ്ടി അള്ളാഹുവിനോട് അകമഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത വിശ്വാസികളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവർ പ്രത്യേകമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അന്നത്തെ ദിവസം അള്ളാഹു മലക്കുകളോട്
എന്താണ് ഊറ്റം കൊള്ളും എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം മലക്കുകൾ പണ്ട് പറഞ്ഞപ്പോൾ അത് മനുഷ്യനെ സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞ സമയത്ത് എന്തിനാണ് ഈ രക്തം ചിന്തുന്ന പരസ്പരം പോരടിക്കണം ഇങ്ങനത്തെ സൃഷ്ടികളുടെ ആവശ്യം ഞങ്ങളില്ലേ, നിനക്ക് ഇബാദത്ത് ചെയ്യാനെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹ് പറയുന്നതാണ്. അറഫയിലേക്ക് ആളുകളെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇതാ നോക്കൂ, എനിക്ക് വേണ്ടി അവർ ജട പിടിച്ചുകൊണ്ടും പൊടി പുരണ്ടുകൊണ്ടുമൊക്കെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഊറ്റം കൊള്ളുന്ന സംഭവം കൂടി ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഈ സമയങ്ങളിൽ ഇപ്പോൾ ദുൽഹജ്ജ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എന്താണ് ദുൽഹജ്ജ് 1 മുതൽ ഈ അയ്യാമത്ത് തശ്രീഖിൻ്റെ അവസാന ദിവസം വരെ തക്ബീറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റും അത് അത്ര കണ്ട് വർദ്ധിപ്പിക്കുക. അതിൻ്റെ ഏത് സീഗയും നമുക്ക് ഉപയോഗിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രത്തം വ അസീല എന്ന് പറയുന്ന രൂപത്തിലുള്ളത്. ഇതല്ലാത്തതൊക്കെ ആയിട്ടുള്ള തക്ബീറുകൾ തഹ്ലീലുകളൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. കാരണം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ അങ്ങാടികളിലേക്ക് ചെല്ലുകയും അവിടെ വെച്ചവർ ഉറക്കെ തക്ബീർ ചൊല്ലുകയും അവർ തക്ബീർ ചൊല്ലുന്നത് കേട്ടുകൊണ്ട് ആളുകൾ തക്ബീർ ചൊല്ലുന്ന രീതിയുമൊക്കെ ഉണ്ടായിരുന്നു എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ 2 രൂപത്തിലുള്ള തക്ബീറുകൾ ബലിപെരുന്നാളിൻ്റെ ഭാഗമായിട്ടുണ്ടാകാറുണ്ട്. ഇപ്പോൾ തക്ബീർ മുത്തലക്ക് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ മുഖയ്യദ്. മുത്തലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സമയമോ കാലമോ സ്ഥലമോ ഇടമോ ഒന്നുമില്ല, എവിടുന്നും ഈ സമയത്ത് ചൊല്ലുന്ന തക്ബീറുകളാണ്. ദുൽഹജ്ജ് 1 മുതൽ അയ്യാമത്ത് തശ്രീഖിൻ്റെ അവസാന ദിനം വരെ നമുക്ക് വർദ്ധിപ്പിക്കാം. മുഖയ്യദ് എന്ന് പറഞ്ഞാൽ അറഫയുടെ അന്ന് ഫജ്ർ മുതൽക്ക് ദുൽഹജ്ജ് 13 അസർ വരെയുള്ള സമയത്ത് നിർബന്ധ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന, അതൊരാൾ ചൊല്ലിക്കൊടുക്കും ബാക്കിയുള്ളവർക്ക് ഏറ്റു ചെല്ലുന്ന രീതിയല്ല. എല്ലാവരും കൂടി ഉറക്കെ ചൊല്ലുന്നു. ഉറക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒന്നിച്ച് വന്നു എന്നുള്ളത് തെറ്റല്ല, എന്നാൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് അങ്ങനെ ഇരുന്ന് ചൊല്ലുന്ന രീതി, ആ രീതി അത് ബിദഅത്താണെന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് തൗബ എന്നുള്ളത്. ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ അള്ളാഹ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതാണ്. ആ 2 സന്തോഷങ്ങൾ അപ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും നല്ല പണിയാണ്. ഒന്ന് ഈ സന്തോഷമുള്ള സമയം, രണ്ടാമത്തെ സന്തോഷമുള്ള കർമ്മം എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും ഈ സമയത്ത് തെറ്റുകളിൽ നിന്ന് പരമാവധി വിട്ടു നിന്ന് വന്നുപോയ തെറ്റുകളിൽ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അതുപോലെ ഈ മാസത്തിലെ ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു അമലാണ് ഉളുഹിയത്ത് എന്നുള്ളത്. അപ്പോൾ അതും ഈ രൂപത്തിൽ നമ്മൾ എന്താക്കണം, അതിന് കഴിയുന്ന ആളുകളൊക്കെ അതിലൊക്കെ വേണ്ടി തയ്യാറാകുക. സുന്നത്ത് നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുക, സദക്കകളെ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടം നേടിയെടുക്കുവാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇവിടെ കൃത്യമായി ദുൽഹിജ്ജയുടെ പ്രാധാന്യമാണ് പറഞ്ഞത്. അതിൽ ദുൽഹിജ്ജയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് ഉലൂഹിയത്ത്. അതിൻ്റെ പ്രാധാന്യം നമ്മളൊന്ന് പറയണമെന്ന്. ബിസ്മില്ല. ഷബീർ സലാഹി, നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് വിശ്വാസികൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ദിവസങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു ഇബാദത്താണ് ഉദ്ഹിയ്യത്ത്. അത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ പലപ്പോഴും വിശ്വാസികളായ ആളുകൾ വളരെ ഗൗരവം കാണാത്തൊരു വിഷയമായിട്ട് എന്ത് മാറിയിട്ടുണ്ട്. പണ്ടത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മളൊക്കെ നാട്ടിൽ ഒരു മൃഗം 2 മൃഗമൊക്കെ ഉണ്ടായത് അൽഹംദുലില്ലാഹ് ഇന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇന്ന് ആളുകളുടെ ഇടയ്ക്കിലൊക്കെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ കൂടിയൊരു കാലഘട്ടമാണ്. അതിനനുസരിച്ചുള്ളൊരു ഉദ്ഹിയ്യത്ത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നമ്മളെ നാടുകളിൽ കാണുന്നില്ല എന്നുള്ളത് വിശ്വാസികൾ ഒന്നുകൂടെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. എന്തായാലും പിന്നെ നമ്മളിത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ പവിത്രമായ ദിവസങ്ങളിൽ നടക്കേണ്ട ഒരു ഇബാദത്താണ് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ അതിൽ നമ്മൾ സാധിക്കുന്ന ആളുകൾ വരെ ഷെയർ ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. എല്ലാ പള്ളികളിലും ഷെയർ, അത് പാവപ്പെട്ട ആളുകൾക്ക്, ദരിദ്രന്മാരായ ആളുകൾക്ക് അതവർക്ക് ആ ഒരു ഇബാദത്തിലുള്ളൊരു അവസരമാണ്. പക്ഷേ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം, അവർ പൂർണ്ണമായിട്ടും ഒന്നറുക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉദ്ഹിയ്യത്തിൻ്റെ അസ്ല് തഖ്വയാണ്. അള്ളാഹു പറഞ്ഞത് ലയനാൽ അല്ലാഹ ലുഹൂമുഹ വല ദിമാഉഹ വലാകി യനാലുഹു തഖ്വ മിൻകും. പടച്ചോനതിൻ്റെ മാംസം, അതിൻ്റെ രക്തമൊന്നും കിട്ടുന്നില്ല, അള്ളാഹുവിലേക്ക് ലഭിക്കുന്നത് അത് ബലിയറുക്കുന്ന മനുഷ്യൻ്റെ തഖ്വയാണെന്നാണ്, അവൻ്റെ ഭക്തിയാണ്. അപ്പോൾ ആ ഭക്തിയോടുകൂടെ എന്ത് ചെയ്യണം, നമ്മളതിനെ കാണാൻ, സമീപിക്കാൻ വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടുള്ളൊരു സംശയം ഉണ്ടാകുന്നത് അതിൻ്റെ ഹുക്കുമാണ്.
അത് വാജിബാണോ അത് സുന്നത്താണോ എന്നുള്ള ഒരു ചർച്ച ഇസ്ലാമിക ലോകത്തുണ്ട്. അതിൽ ചില പണ്ഡിതന്മാരൊക്കെ വാജിബ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. കുറേ ആളുകൾ അങ്ങനെ വാജിബ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ തെളിവുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ സെലഫുകൾ പറഞ്ഞത് സുന്നത്തുൻ മുഅക്കദ, ഒരു പ്രബലമായ സുന്നത്തായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെന്ത് ചെയ്യണം, അത് സുന്നത്തുൻ മുഅക്കദ ഒരു സാധാരണ രീതിയിൽ സുന്നത്ത് അവഗണിച്ച് പോകാൻ പാടില്ല. സാധിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, അതിനെ അറക്കണം. അപ്പം ഇബ്നു സിരീൻ അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഉദ്ഹിയ്യത്തിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഇത് നിർബന്ധമാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നിർബന്ധമാണെന്നോ സുന്നത്താണോ എന്ന് പറയാതെ അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നും ചെയ്തു പോകുന്നൊരു ഇബാദത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് പണ്ഡിതന്മാർ എന്ത് പറയുന്നത്, ഇത് വാജിബ എന്ന് പറയുന്നത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി ജീവിച്ച കാലഘട്ടങ്ങളിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലും ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രാധാന്യമുണ്ട് എന്നർത്ഥം. അപ്പോൾ ആ ഗൗരവം എന്ത് ചെയ്യണം, വിശ്വാസികളായ ആളുകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം അതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മസാലകൾ, ഒന്ന് എന്തിനാണ് അറക്കേണ്ടത്, ഉദ്ഹിയ്യത്തായിട്ട് എന്തിനാണ് അറക്കേണ്ടത്. അതിൽ ആട്, മാട്, ഒട്ടകം, 3 മൃഗങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയറുക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് എന്ത് ചെയ്യണം, പൂർത്തിയാകണം. അതേപോലെ തന്നെ മാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം. ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയായതായിരിക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ ഒട്ടകം സാധാരണ എന്തല്ല ഉള്ളൊരു വസ്തുതയല്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ സൗദി അറേബ്യയിലൊക്കെ ധാരാളമായി കൊണ്ട് എന്ത് ചെയ്യാൻ ഒട്ടകങ്ങൾ അറക്കാറുണ്ട്. ഈ അറക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഷെയർ ചേർന്ന് അറക്കൽ എന്താണ് അനുവദനീയമാണ്. അത് ഒരു പ്രശ്നം. ഇപ്പോൾ ഒട്ടകമാണെങ്കിലും മാടാണെങ്കിലും 7 പേർക്ക് വരെ എന്ത് ചെയ്യുക, ഷെയർ ചേർന്ന് അറക്കാം. അതിൽ വേറെ ചില മസാലകളുണ്ട്, നമ്മൾ അത്തരത്തിലേക്ക് പോകേണ്ടതില്ല. അതേപോലെ തന്നെ ഈ അറുക്കുന്ന മൃഗങ്ങൾ ന്യൂനതല്ലാത്ത മൃഗമായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ചെവി ഒടിഞ്ഞത് അല്ലെങ്കിൽ മുടന്തുള്ളത് അങ്ങനെയുള്ള ന്യൂനതകളിൽ നിന്ന് ഒഴിവുള്ളതിനെ അറക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബലി അറുക്കാൻ ഉദ്ദേശിച്ച ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ദുൽഹിജ്ജ, ഇന്നിപ്പം ദുൽഖഅദ 26 കഴിഞ്ഞു, 26 ഇന്ന് 27ലേക്ക് നമ്മൾ പ്രവേശിച്ചു. മഗ്‌രിബ് കഴിഞ്ഞാൽ ഇസ്ലാമിലെ കലണ്ടർ പ്രകാരം നമ്മുടെ ദിവസം തുടങ്ങുന്നത് മഗ്‌രിബ് മുതലാണ്. അപ്പോൾ അങ്ങനെ 27ആണ്. അപ്പോൾ ബലി അറുക്കാൻ ഇപ്പോൾ കുറേ ആൾക്കാർ പേര് കൊടുത്തിട്ടുണ്ടാവും, കുറേ ആൾക്കാർ പേര് കൊടുത്ത് പൈസ കൊടുത്ത ആൾക്കാരുണ്ടാവും. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദുൽഹിജ്ജ 1 അറിയിപ്പ് വന്ന ആ സമയം മുതൽ അവരവരുടെ എന്ത് ചെയ്യാൻ പാടില്ല, നഖവും മുടിയും എടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും വളരെ ചുരുക്കി പറയാൻ ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഷബീസിലെ ആഡ് ചെയ്യും. അതിൽ പ്രത്യേകിച്ച് ആഡ് ചെയ്യാനൊന്നുമില്ല. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും മാർക്കറ്റിൽ പോയി ഒരു മാംസം വാങ്ങിക്കൊണ്ടുവരുന്നൊരു ലാഘവത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് എൻ്റെ ഒരു 10,000 രൂപ ഉണ്ട് ചേർത്തിക്കാട് എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ 30 ബക്കറ്റായിട്ട് വരെ ചെയ്യാം ഇറച്ചി കൊണ്ടുപോകാനുള്ള. അതിൻ്റെ ഇടയ്ക്ക് എന്താണ് സംഭവം, ഉരുവിനെ വാങ്ങിയിട്ടുണ്ടോ, എത്തിയിട്ടുണ്ടോ, അതിന് ആരെങ്കിലും നോക്കുന്നുണ്ടോ ഇല്ലേ, പള്ളി കമ്മിറ്റിക്കാരെ പണിയാണ് നടത്തുക. ഇതൊരു പള്ളി കമ്മിറ്റിക്കാരല്ലെങ്കിൽ ഇത് ആരാണ് കമ്മിറ്റി, ഒരു നടത്തുന്ന ഒരു പണിയാണ്. എന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ ലാഭം അങ്ങാടി പോയി വാങ്ങായിരുന്നല്ലോ, കാശിൻ്റെ ഒറ്റ രൂപത്തിലുള്ള മാംസമില്ലല്ലോ എന്നൊക്കെ സംസാരിക്കേണ്ടത് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ കൊണ്ടുപോയത്. ആ മകൻ്റെ പ്രത്യേകത വാർദ്ധക്യത്തിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് അവസാനം കിട്ടിയൊരു മകനാണ്. അതിനാണ് അറക്കാൻ കൊണ്ടുപോയത്. ആ അറക്കുന്നതിന് ബദലായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബിദ്ബിഹിൻ അദീം എന്ന് പറഞ്ഞുകൊണ്ട് ആടിനെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറുക്കുന്ന മൃഗങ്ങളോട് നമുക്കൊരു ആത്മബന്ധം ഉണ്ടാകാൻ കഴിയുന്ന ഘട്ടമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെയാണ് ഈ തഖ്വ എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങൾ. അതിൽ നമ്മൾ അറുക്കുന്ന ബലിമൃഗത്തിൽ നമ്മൾ ഭക്ഷിക്കുക എന്നുള്ളത് എന്താണ്, വളരെ സുന്നത്തായ ഒരു കാര്യം, പ്രബലമായ സുന്നത്ത്. പക്ഷേ നമ്മുടെ നാട്ടിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ബലി അറുക്കാൻ വേണ്ടി പണം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ശരിക്കും ഒരു നഷ്ടം അവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം ഒരു സുന്നത്ത് എന്ത് ചെയ്യുന്നതിന് പോകുന്നത്. അപ്പോൾ സാധിക്കുന്ന ആളുകൾ നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തില്ല, അത് വേണ്ടെന്നല്ല, അത് കുറ്റം കിട്ടുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ അവിടെ വേറെയും കുറേ സംവിധാനമുണ്ട്. അവിടെയുള്ള ആളുകൾ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ബലി ഇറക്കാൻ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ ബലി എന്നുള്ളത് ഇപ്പോൾ ഈ ഉളുഹിയ്യത്ത് മാത്രമാണല്ലോ ഈ പറഞ്ഞ ദുൽഹജ്ജിൽ നടക്കുന്നത്. അതല്ലാത്ത ബലികൾ നമുക്ക് ഇഷ്ടംപോലെ ഏത് സമയത്തും ഇറക്കാം. പാവപ്പെട്ടവരെ തീറ്റിക്കുക, ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൂലിയുള്ള കാര്യമാണ്. അതിന് ഈ ഉളുഹിയ്യത്തിൻ്റെത് തന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ അല്ലാത്ത സമയത്തും അവർക്ക് ഒരു കൊല്ലത്തിലൊരു ഒരു സമയം മാത്രം 3-4 ദിവസം മാത്രം മാംസം കിട്ടിയതുകൊണ്ട് മാംസത്തിനോടുള്ളൊരു ആഗ്രഹം തീരൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ വേറെ ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങനെ ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൽ വേറെ ചില ആളുകൾ ഇതിൽ കാണുന്നൊരു ലാഭം, പൈസ കൊടുക്കുക, എന്നാൽ പിന്നെ ഞാൻ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞാൽ ഒരു ബക്കറ്റായിട്ടെങ്കിലും പോകേണ്ടി വരും. ഇത് അതിൻ്റെ ആവശ്യമില്ലാതെ
അവർ ചെയ്തോളൂ. അതെ, തടി സേഫാക്കുക എന്ന ഉദ്ദേശമാണെങ്കിൽ ആ പണവും നഷ്ടമാണ്, എല്ലാം നഷ്ടമാണ്. കാരണം ലയ്യനാൽ അള്ളാഹ ലുഹുമഹ വലദിമാഹുഹ വലക്കി യനാലുഹ എന്ന് അള്ള പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേക അടിസ്ഥാനം. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ ഭക്ഷിക്കുക എന്നുള്ളതാണ്, രണ്ട് പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക. അതേപോലെ തന്നെ അതിൽ പിന്നെ നമുക്കിഷ്ടമുള്ള ആളുകൾക്കും നമ്മളായിട്ട് വളരെ അവർക്കും എന്ത് ചെയ്യുക, അങ്ങനെ ആ രീതിയിലൊക്കെ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ എന്തായാലും വിശ്വാസികളായ ആളുകൾ ബലിയെറുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, താല്പര്യം ഉണ്ടാവുകയും നമ്മൾ ശരിക്കും ഒരു വർഷം ഒരു 10 തവണ അല്ലെങ്കിൽ 15 തവണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് കളയുന്ന പൈസ മതി ഒരു വലിയ അതിനൊരു ലക്ഷ്യം ഉണ്ടായാൽ മതി. ഒരു നമ്മൾ പ്ലാൻ, ഒരു മൊബൈൽ വാങ്ങാൻ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, പണം ഒരുക്കൂട്ടി അതപ്പോൾ മൊബൈലിന് 40,000 50,000 ഒക്കെ വിലയാണ്, അത്രയൊന്നും വരല്ല. ദബീഹിനെ കുറിച്ച് പറയുന്നിടത്ത് മഹാനായ അബ്ദുറഹ്മാൻ ആലു ഷെയ്ഖ് റഹിമഹുല്ല കിതാബ് തൗഹീദിന്റെ ഷറഹിൽ പറയുന്നത് കാണാം, ഉമ്മത്ത് മറന്നുപോയ ഒരു ഇബാദത്താണ് ദബീഹ് എന്നാണ്. മൊത്തത്തിൽ ദബീഹിനെ കുറിച്ചാണ്. ഉലുഹിയത്തിന്റെ കാര്യം പ്രത്യേകം പിന്നെ എടുത്ത് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആ കാര്യം നമ്മളെല്ലാവരും ശ്രോതാക്കളൊന്ന് നന്നായി ശ്രദ്ധിക്കാം. ബാക്കിയുള്ള ആൾക്കാരുടെ ഉലുഹിയത്ത് അറുക്കാൻ ശേഷി ഉണ്ടായിട്ടും അവൻ മുസല്ലയിലേക്ക് വരേണ്ട അതങ്ങനെ ഒരു ഹദീസ് വചനം കാണാൻ കഴിയും. അതിന്റെ സനദിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഗൗരവമാണ്. അത് ഗൗരവം എടുത്തു കാണിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ സാധാരണ ഉദ്ധരിക്കാറുണ്ട് ആ കാര്യം എന്നതുകൂടി. അപ്പം ചുരുക്കം നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് ഇങ്ങനെ ഈ വിഷയം നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നമ്മൾ ഏറ്റവും പവിത്രമായ ഒരു 10 ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ ഷബീ സലാഹി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ഖുർആൻ പാരായണം ദിക്ർ ഇതൊക്കെ കൊണ്ട് ധന്യമാക്കണം. അതിൽ വളരെ പ്രാധാന്യമുള്ളൊരു ഇബാദത്താണ് ഉളുഹി അറുക്കുക എന്നുള്ളത്. സാധിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, അതിനുവേണ്ടി തയ്യാറാവുക. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒന്നാമത്തെ വിഷയം ഇവിടെ അവസാനിക്കുന്നു. ഇനി